എനിക്ക് മമ്മൂട്ടിനേക്കാളും ഇഷ്ടം ദുൽഖറിനാണ്. ദുൽഖറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമാ നടൻ തിലകൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചപ്പോഴാണ് എന്നോടൊരു ഞാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ സിനിമ നിന്നു പോവും, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോവും. ഞാൻ തിലകൻ ചേട്ടനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് രഞ്ജിയേട്ടൻ പറഞ്ഞത് അമ്പിളിച്ചേട്ടനെ കണ്ടുപിടിക്കാൻ മാത്രമാണ്. പുള്ളിയുടെ ഒരു ആത്മാർത്ഥത നോക്കും, വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്നു, വേറെ ഉഴപ്പോ തമാശ കളിയോ ഒന്നുമില്ല അവിടെ. ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ ആകെ കാണാത്ത അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കണമായിരുന്നു. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് ദേഷ്യം കാണിക്കണമല്ലോ. ഒരു ദിവസം മാത്രം എന്തോ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആള് ചോദിച്ചു, ഇനി എന്താ സിനിമയിലില്ല, എന്താണ്? അല്ല, കേസിലൊന്നും കണ്ടില്ല. അമ്മയുടെ കാര്യം നേരിടുക. അമ്മയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അതിൽ അംഗങ്ങളെല്ലാം രാജിവെക്കുന്നു. ഒരു അഡ്കോട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എൻ്റെ ഭരണം പോകുന്നു. ഒരു ക്രൈസിസ്, ഒരു അമ്മ ഇതുവരെ നടന്നു വന്നതിൽ ഏറ്റവും ക്രൈസിസ് നേരിട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഈ പറഞ്ഞ പോലെ ഈ കേന്ദ്രമന്ത്രി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പക്ഷേ അമ്മയെ വീണ്ടെടുക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടെ അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചടുലമായൊരു നീക്കമല്ലേ അമ്മ ഇപ്പം സജീവമായി നിർത്തുന്നതിന് ഒരു കാരണമായിട്ട് നിൽക്കുന്നത്. ആ ജ്യേഷ്ഠ സഹോദരൻ ഒരു കുടുംബത്തിൽ ഏറ്റെടുക്കുമല്ലോ, ഒരു അപ്പം മരിച്ചു കഴിയുമ്പോൾ. അതുപോലെ ഏറ്റെടുത്തതുപോലെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കാൻ മുന്നിൽ, ബാക്കിയുള്ളവർ കൂടെ നിന്നാൽ ഇതും പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് അതിന് എല്ലാ സപ്പോർട്ടും. രാജിവെക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സിദ്ദിഖ രാജിവെച്ചപ്പോൾ ആരും രാജിവെക്കരുതെന്ന് പറഞ്ഞത്. എന്താന്ന് പറഞ്ഞത്, എന്ത് സംഭവം ഉണ്ടെങ്കിലും ലാസ്റ്റ് സിനിമാക്കാരൻ നെഞ്ചത്തേ വരുള്ളൂ. അതിനാണ് റേറ്റിംഗ് കൂടുതൽ. അപ്പം ഈ അടുത്ത് ഞാനിപ്പോൾ ന്യൂസിൽ നമ്മൾ സിനിമക്ക് പരസ്യങ്ങൾ കൊടുക്കുമല്ലോ, അതിന് കാശ് കൊടുക്കണം ഇങ്ങനെ അടിയിൽ. അപ്പം ഞാൻ ആലോചിച്ചു, സിനിമാക്കാർ ഇത്രയും പരസ്യവും ഇതൊക്കെ കൊടുത്തിട്ടും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരെയും കൂടി അങ്ങോട്ട് ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ ചോദിച്ചു, ഇനി എന്താ സിനിമയിലില്ല, എന്താണ്? അല്ല, കേസിലൊന്നും കണ്ടില്ല. കേസിൽ വരണം എന്നുള്ളത് അങ്ങനെ ഇതാക്കി കളഞ്ഞു, ജനറലൈസ് ചെയ്ത്. ഇത് എല്ലായിടത്തും നടക്കും. ഏത് ഇതിൽ നോക്കിക്കോ, NGO അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ട് തോണ്ടി എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ വരും. പക്ഷേ ഇവിടെ അത് ഭയങ്കരമായിട്ട് കരിവാരി തേച്ച് കളഞ്ഞു. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ചാനലുകാരും അതുപോലെ തന്നെ ചില ഇവിടുന്ന് പിണങ്ങിപ്പോയ ആൾക്കാരും ഒക്കെ AMM എന്നാണ് പറയുന്നത്. AMM എന്നുള്ള പേരിട്ടത് മുരളിച്ചേട്ടനാണ്. ആ പേര് അമ്മ എന്നാണ്. ഞങ്ങൾ അമ്മയെന്നേ വിളിക്കും. ബാക്കിയുള്ളവരുടെ മുതലാളിച്ചിമാരുടെ വീട്ടിൽ ഇരുന്ന് പറയാൻ മതി എന്ന് പറയുന്നൊരു ശക്തമായ വാക്കുണ്ട്. ആ വാക്കിന് ശേഷം പലരും അത് ഉപയോഗിച്ചിട്ടുള്ള എന്നുള്ളതാണ് സത്യം. പലരും അതിൻ്റെ റേറ്റിംഗ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അമ്മയിലുണ്ടായിരുന്ന ആളുകൾ തന്നെ ഇത് ശക്തമായിട്ട് പറയേണ്ടതായിരുന്നില്ലേ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമാണ് പറയേണ്ടത്. ചിലർ ഓരോരുത്തർ വ്യക്തിപരമായിട്ടാണ്. എല്ലാവരും ഒരുമിച്ചെന്ന് പറയണമെന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. കാരണം പല ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾ അവിടെ വന്നിട്ട് നിരാഹാരം കിടക്കാമെന്ന് പറയുന്ന അമ്മമാരുണ്ട്. കാരണം ഈ 500 മെമ്പേഴ്സിൽ ഒരു 50-75 പേരാണ് സേഫായിട്ട് ജീവിക്കുന്നവർ. ബാക്കി എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അറിയാതെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾ ഇപ്പോൾ കൊടുക്കുകയാണ് എല്ലാവർക്കും. അതിന് ലൈഫ് ലോങ് നമ്മൾ മരുന്ന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇപ്പോൾ ബാബുരാജും വിനു മോഹനൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ മെമ്പേഴ്സ് ഉണ്ട്, ജോമോള്, അൻസിബ, സരയു, അനന്യ, അവരെല്ലാം ശരിക്കും അമ്മയുടെ മക്കളെ പോലെ തന്നെ. ഇതൊക്കെ കാണാമറയത്ത് ചെയ്യുന്ന ജോലികളാണ്. ഞാൻ അവിടെ കാണുന്നതാണ് കേട്ടോ, ഞാൻ കണ്ട കാര്യം പറയുന്നത്. ഇത് പൊതുജനവും കണ്ടിട്ടുണ്ടാവില്ല, ഒരു ചാനലും കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും പേരുടെ അഡ്രസ്സിൽ ഡയറക്റ്റ്. കാരണം ഈ തന്നിരിക്കുന്ന മരുന്ന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അത് കറക്റ്റ്. കാരണം നിരോധിച്ച മരുന്നുകളുണ്ടാവും, പഴയതാവരുത്, എക്സ്പയറി ആണെങ്കിൽ അത് അവരെ ബാധിക്കും. ഇതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് എല്ലാവരുടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരുന്നെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ മരുന്ന് വരെ മാസം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വർക്കുകളില്ല. അപ്പോൾ അതൊക്കെ ഈ അമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇത് പൊക്കി പറയുന്നതല്ല. ഞാൻ എന്നൊരു സാധാരണക്കാരൻ അവിടെ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതിന് ഫണ്ട് ആവശ്യമാണ്. അതിനാണ് ഈ കുടുംബസംഗമം നടത്തിയിട്ട് സ്പോൺസേഴ്സിൽ നിന്ന് കിട്ടുന്ന കാശ് അവർക്ക്. അപ്പോൾ വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഒരു അനാഥാലയത്തിനോ അല്ലെങ്കിൽ ഒരു ഓഫണേജിലൊക്കെ കൊണ്ടുപോയി കാശ് കൊടുക്കുന്നതിലും
നല്ല പ്രവൃത്തിയാണ് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മയിൽ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അത് ഏറ്റവും വലിയ ചാരിറ്റബിൾ ആയിട്ടുള്ള ഇതാണ്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളത്. മാധ്യമങ്ങൾ അങ്ങനെ ഈ അമ്മയുടെ ഈ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കില്ല എന്നുള്ളത് തന്നെയാണോ? അതൊരു പബ്ലിസിറ്റി കൊടുക്കാറൊന്നുമില്ല. ഈ മരുന്ന് കിട്ടിയത് ആർക്കെങ്കിലും അറിയാം, ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവരുടെ പ്രാർത്ഥനയാണ് ഇതിനെ നിലനിർത്തുന്നത്. സുരേഷ് ചേട്ടൻ ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇവരുടെ ഒരു പ്രാർത്ഥന ഇല്ല അമ്മമാരുടെ, കാരണം അവർക്ക് ആവശ്യമാണ് അങ്ങനെ കുറേ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അമ്മ ഒരിക്കലും തകർന്നു പോവില്ല. അത് ഇനിയിപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അല്ലാതെ ഈ സ്റ്റാർ നൈറ്റ് അല്ല. സ്റ്റാർ നൈറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവർക്കുള്ള ഇന്ധനമാണ്. മാധ്യമങ്ങൾ അമ്മയെ തിരസ്കരിക്കുന്നതുകൊണ്ടാണോ അമ്മയെ തൽക്കാലമെങ്കിലും അവർ മാധ്യമങ്ങൾ വേണ്ട, ഞങ്ങളുടെ പരിപാടിയിൽ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? മാധ്യമങ്ങൾ വേണ്ട എന്നുള്ളത് അല്ല, നമ്മൾ എന്തിനാ പബ്ലിസിറ്റി, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ മമ്മൂക്ക് ലാലേട്ടനൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും അറിയിക്കാതെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോകാമെന്ന് വിചാരിച്ച് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് വീണ്ടും നമുക്കിതിൽ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട്. കാരണം ഇത് ഒരു കൈ അറിയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് എല്ലാം അറിയിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്, ഈ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയണ്ട എന്നുള്ള രീതി. രാജീവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാണ് ഇന്ത്യൻ റുപ്പിയ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിൻ്റെ പടം തന്നെ. രണ്ടുപേരുടെ കോമ്പിനേഷനാണ്. പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ഹമീദിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തിലകൻ ചേട്ടൻ്റെ ഏറ്റവും ഒരു അമ്മയായിട്ടൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തിലകൻ ചേട്ടനോടൊപ്പം ഒക്കെ അഭിനയിക്കാൻ. തിലകൻ ചേട്ടനോടൊക്കെയുള്ള ഒരു ഓർമ്മ എന്താണ്? എൻ്റെ ഫാദറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമാ നടൻ തിലകൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചപ്പോഴാണ് എന്നോടൊരു താല്പര്യമൊക്കെ തോന്നിയത്. ഇവൻ അവിടം വരെ എത്തിയോ, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അപ്പന്. ഏകദേശം ഒരു തിലകൻ്റെ സ്വഭാവമായിരുന്നു പുള്ളിക്ക്. അതായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം വെറുതെ ഉള്ള കുട്ടികളുടെ ദുർവാശി മാത്രമാണ് പുള്ളിക്ക്. പുള്ളീനെ ഇരുത്തി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി, ഞാൻ പറയും, ഈ തോന്നണതും അതൊന്നും വായിൽ വിളിച്ച് പറയണ്ടല്ലേ, വേണ്ട, ഓക്കെ. ചോറ് കഴിക്കുമ്പോൾ അധികം ചോറ് ഇൻടേക്ക് ചെയ്യണ്ട, ഷുഗർ വരും എന്ന് പറയുമ്പോൾ പുള്ളി അലുവയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ്, ചേട്ടൻ അലുവയാണല്ല, ഞാൻ തോന്നിയാസിയല്ല, എനിക്കെന്തോ ആവാം, നീ അങ്ങനെയല്ലോ. അങ്ങനെ ഭയങ്കര രസികനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഉള്ളിലൊന്നും വെക്കില്ല. ഇതുപോലെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാണ്. എനിക്ക് മമ്മൂട്ടിൻ്റെയും ഇഷ്ടം ദുൽഖറിനാണ് ഇരുന്നൊക്കെ പറയാൻ ഒരു ഇതുമില്ല. അങ്ങനെ അഭിനയിക്കാത്ത ആൾ, ജീവിതത്തിൽ അഭിനയിക്കാത്ത മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്തിരുന്ന് പുള്ളിയുടെ അടുത്ത് അത് ശരിയല്ല ഇത് ശരിയല്ല ആണോ നോക്കി. അപ്പം അത്രയും സ്വതന്ത്രമായിട്ട് പറന്നു നടക്കുന്ന ഒരാളാണ്. ആരെങ്കിലും പേടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൊൽപ്പടിയിൽ നിന്നോ ഒന്നും അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുള്ളിയുടെ ഒരു മാസം ഞാൻ അടുത്ത് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പെട്ടെന്നൊരു ദിവസം ഒരു ബീച്ചിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ മറയുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത് ഞാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ സിനിമ നിന്നു പോവും, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോവും. ഞാൻ തിലകൻ ചേട്ടനെ കൈ പിടിച്ച കൈവിടാ എന്ന് പറഞ്ഞു. അതായത് പുള്ളീനെ അങ്ങനെ ഒരു സഹായം ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് ഒറ്റയടിക്ക് എന്നെ മറന്നു കളഞ്ഞ പിറ്റേ കണ്ടപ്പോൾ പേടിച്ചു പോയ. അല്ല, അത്രേ ഉള്ളൂ. അത് വേറെ രീതിയിലൊക്കെ ആവശ്യമില്ലാതെ പുള്ളിയെ വളച്ച് തിരിച്ച് ഒരുപാട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പുള്ളി ഉള്ളത് തുറന്നു പറയുമെന്നുള്ളൂ. പുള്ളി തന്നെ പറഞ്ഞ് ദുബായിൽ വെച്ചെന്തോ ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക വന്നപ്പോൾ മോൻ്റെ കല്യാണമാണ് വന്നോന്ന് പറഞ്ഞു. ദുൽഖർ എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പുള്ളിയുടെ രീതി അതാണ്. അല്ലാതെ ഒരാളെ വെച്ചിട്ട് പാര വെപ്പോ അല്ലെങ്കിൽ മറ്റാൾ കൊള്ളൂല, അങ്ങനെയുള്ള സാധാരണ സ്ഥിര ആൾക്കാരെ ഇത് കേൾക്കുന്നവരുണ്ട്, ഏമാ ശരിയല്ല, അങ്ങനത്തെ ഒരു സംഭാഷണമേ ഇല്ല പുള്ളിയുടെ കയ്യിൽ. പുള്ളി ഇങ്ങനെ ഡയറക്റ്റ് മൂത്ത് നോക്കി പറയുന്നതല്ലാതെ എൻ്റെ അനുഭവത്തിലുള്ള തിലകൻ ചേട്ടൻ അതാണ്. അത് മാത്രമല്ല, ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ നിങ്ങളുമായിട്ടാണ്. ആ കോമ്പിനേഷൻ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് തൻ്റെ ഉള്ളിലൊരു പേടി കിടപ്പുണ്ട്, അത് എടുത്ത് മാറ്റിയത് എനിക്ക് ഉഗ്രൻ ആക്ടറാണെന്ന് പറഞ്ഞു. പേടിയെന്ന് പറഞ്ഞാൽ ഒന്ന് തിലകൻ ചേട്ടൻ, അപ്പോഴത്തെ രഞ്ജിത്ത് സാർ, ക്യാമറമാൻ എസ് കുമാർ സാറ്, പൃഥ്വിരാജ്, എല്ലാം നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാർ. ഒരു ആട്ടിൻകുട്ടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്, പിന്നെ പേടി വേണ്ടേ. പക്ഷേ ഈ പറഞ്ഞ് ശരിയാണ്, ഞാനെന്തിനോട് പേടിക്കുന്നത്, താൻ വല്ലതും ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരുമല്ല, നാടകം ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണെന്ന്, മുന്നിൽ നിൽക്കുന്നത് ആരുമല്ല എന്നുള്ള രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത്. ഒരുപാടായിരുന്നു അത്. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ഇതും വെച്ചിട്ട് നമ്മൾ പേടിച്ച് അഭിനയിച്ചാൽ നമ്മുടെ അഭിനയത്തിനെ ബാധിക്കും. പിന്നെ പുള്ളി പറഞ്ഞു,
അനുഭവങ്ങളാണ് അഭിനയത്തിന് കൊണ്ട് ചെയ്യുന്നത്. പുള്ളിക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. വീഡിയോ വലിക്കാൻ പറഞ്ഞാൽ കള്ളു പിടിക്കാനും പറഞ്ഞാൽ ഇപ്പോഴത്തെ ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി എല്ലായിടത്തും നിന്ന് കുശിനിക്കാരനായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒപ്പം, പള്ളിയിൽ അച്ഛൻ്റെ ഒപ്പം. അപ്പോൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും പറഞ്ഞു തരുന്ന ഒരു മോനോട് പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരുന്ന ഒരാൾ ഞാൻ കണ്ടതിൽ പുറത്ത് പറയുന്നത് ദിലകൻ ചേട്ടനെ അല്ല. അത് വലിയ ഹെൽപ്പ് ചെയ്തല്ലേ? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതേ കണക്ക് തന്നെയാണ് അമ്പിളിച്ചേട്ടൻ. ഇപ്പോൾ അമ്പിളിച്ചേട്ടനായിട്ട് ഈ പറഞ്ഞ ആൾ പിന്നെ ഇതിലുണ്ട്, പ്രാഞ്ചേട്ടനുണ്ട്. അമ്പിളിച്ചേട്ടനെ പറ്റി പക്ഷെ അത്ര ട്രിപ്പൊക്കെ പോകുമ്പോൾ അടുക്കുമായിരുന്നു. പക്ഷെ ഈ അഭിനയം ഇതുമായിട്ട് അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും പുള്ളിയുടെ ഇതിൽ എൻ്റെ അടുത്ത് രഞ്ജിയേട്ടൻ പറഞ്ഞത് അമ്പിളിച്ചേട്ടനെ കണ്ടുപിടിക്കാൻ മാത്രമാണ്. പുള്ളിയുടെ ഒരു ആത്മാർത്ഥത നോക്കും, വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്നു, വേറെ ഉഴപ്പോ തമാശ കളിയോ ഒന്നുമില്ല അവിടെ. ഒരു ആക്ടർ എന്താണ് ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുന്നത്. പല മീശ വെച്ച് നോക്കുന്നു. വേറെ ലൊക്കേഷനാണ് വന്നേക്കണത്, വെനീസ് ഏതൊരു പടം നടക്കുന്നു, അവിടെ നിന്ന് വന്നിട്ട് ക്യാരക്ടർ ആവുന്നു, പിന്നെ നാളെ വേറെ ക്യാരക്ടറാണ് ആവുന്നത്. അത് കണ്ടുപിടിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഡെഡിക്കേഷൻ ഭയങ്കരമായിരുന്നു. അതിന് മാത്രമാണ്. അതായത് വൈകിട്ട് ആ സമയം വരെ സീരിയസാണ്. ആക്ഷൻ പറയുമ്പോഴാണ് പുള്ളി ആക്ടറാവുന്നതും ഇതാകുന്നത്. അത്ര നേരം ആ ക്യാരക്ടറിനെ എനിക്ക് തോന്നുന്നു അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. രാജുവിനോടൊപ്പം വോട്ട് ചെയ്ത ഒരു ഗംഭീര കഥാപാത്രമാണ് ഹമീദ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് രാജു ഇന്നത്തെ പഴയ രാജു അല്ല, അന്നത്തെ രാജു അല്ല. അതെ അതെ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സംവിധായകനായി എംബ്രാനിലേക്ക് വന്നെത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും ഒന്നും ഒരു വേഷം തരാത്തതിൽ അത് കഴിഞ്ഞിട്ട് ഹീറോയില് ചെയ്തു വിളിച്ചിരുന്നു. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടാണ്. ഞാൻ പിന്നെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് അത് ജാട കൊണ്ടല്ല, നമ്മൾ ശല്യമായി തീരുമെന്നൊരു കോംപ്ലക്സ് ഉണ്ട് എനിക്ക്. എപ്പോഴും വിളിച്ചിട്ട് പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യം വന്നാൽ വിളിക്കുമായിരിക്കും, നല്ലതിന് വിളിക്കുമായിരിക്കും. പക്ഷെ അന്ന് കണ്ട സ്നേഹം തന്നെ എപ്പോഴും. ഇപ്പം എമ്പുരാൻ്റെ ലോഞ്ചിന് ചെന്നപ്പോഴും ടിനി എന്നും പറഞ്ഞിട്ട് അതുണ്ടായാൽ മതി. ചിലർക്ക് മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്. പല ആൾക്കാർക്കും വരുന്ന ചേഞ്ചസ് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാറുണ്ട്. ചേഞ്ചസ് വരാത്ത ആളാണ് ഇവരൊക്കെ. എന്താണോ എന്ന് അത് തന്നെയാണ് ഇപ്പോഴും. അതെ. പക്ഷേ മമ്മൂക്കയ്ക്ക് മുമ്പ് അഭിനയിച്ച ഒരു പടം ലാലേട്ടൻ്റെ കൂടെയാണ്. അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ തമ്പി കണ്ണദാൻ സാറത്തിൻ്റെ പടം ഞാൻ ഒന്നാമനിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും മമ്മൂക്കയ്ക്ക് മുമ്പ് വന്നത് ലാലേട്ടനോടാണ്. ഏറ്റവും ഒടുവിൽ സിദ്ദിഖേട്ടൻ്റെ ബിഗ് ബ്രദറിൽ അതൊരു 5-6 മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ ആകെ കാണാത്ത അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കണ്ടായിരുന്നു. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് ദേഷ്യം കാണിക്കണമല്ലോ. ഒരു ദിവസം മാത്രം എന്തോ ഒരു ഇതുണ്ടായിട്ട് അന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത് മാത്രമുള്ള പുള്ളിയുടെ ദേഷ്യം. പുള്ളി കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. സ്വയം ശിക്ഷിക്കുക സ്വയം ശിക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ചായ കുടിക്കുമ്പോൾ 100% അത് എൻജോയ് ചെയ്തിട്ട് വേണ്ടാത്ത സാധനം വേണ്ടെന്ന് പറയും. പക്ഷെ വേണം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യില്ല. പിന്നെ ഈ ഡെഡിക്കേഷൻ. ഞാൻ ഈ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തപ്പോൾ പുള്ളി ഒരു ഡിസയറിലാണ് വന്നത്. ഫിലിമൊക്കെ പൊളിഞ്ഞ ഡിസയർ. അപ്പം ഞാൻ ചോദിച്ചു, ഈ ചേട്ടന് വണ്ടി അങ്ങനെ ക്രേസ് ഒന്നുമില്ലേ? എന്തിനാ മോനെ, ഞാൻ 25 വർഷമായിട്ട് പരിചയമുള്ള ഡ്രൈവറാണ്. ആദ്യം ഞാനൊരു ഇൻഡിക്കയാണ് മേടിച്ചു കൊടുത്തത്. ഞാൻ കയറിയിരുന്നിട്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ കൃത്യം കൊണ്ടേ ആക്കും. ആ ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മനുഷ്യന്. അപ്പോൾ ഇപ്പോഴും ഈ വണ്ടി അവൻ അധ്വാനിച്ച എനിക്കിത് മതി എന്താ പറയുക. അപ്പോൾ എന്താ നിനക്ക് അങ്ങനെ വല്ല ഭ്രാന്തുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി ക്രൈസ് വണ്ടിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഏത് വണ്ടിയാണ് നിനക്ക് ഇഷ്ടം? അപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലംബോർഗിനിയുടെ ഉറൂസ് എന്ന് പറഞ്ഞാൽ അത് വേണോ നിനക്ക്? വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അല്ല കാണണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ തമാശയെന്ന് വിചാരിച്ചത്. ഉടനെ തന്നെ സന്തോഷ് ടി കുരുവിളനെ വിളിച്ചു, പ്രൊഡ്യൂസർ. പുള്ളീൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ്. ഞാനിത് അറിയണില്ല. ഞാൻ പറഞ്ഞൊന്ന് പോലാനായിട്ട് വരും സംഭവം ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഉറൂസ് തന്നേക്കാണ്. അത് ഞങ്ങൾ ഒരുമിച്ചൊന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ തന്നെ പറഞ്ഞ് ലാലേട്ടൻ പുതിയ വണ്ടി എടുത്തു. അതല്ല ഇങ്ങനെ കൊണ്ടുവന്ന് ഇന്ന് ഓടിക്ക് ഒരു ഡ്രൈവ് എടുത്തിട്ട് വന്ന്. അപ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിച്ചാലും ഒരു സെക്കൻഡിൽ നടക്കും. അപ്പോൾ അവരോടൊപ്പം ഒക്കെ അതാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങിയത് എവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. മറ്റുള്ളവർ ഓടിയെത്തിയ സ്ഥലം എവിടെയാണെന്ന് ഞാൻ നോക്കുന്നില്ല. അതാണ് ഈ നിരാശപ്പെടേണ്ടി വരും. വാഹനത്തോടുള്ള കമ്പം എങ്ങനെ വരുന്നത്? നമുക്ക് കാലത്ത് ടോയിനോടുള്ള ഒരു ഇത് തന്നെ. പിന്നെ ഈ സ്പോർട്സ് കാറൊക്കെ ഞാൻ ഒരു കാറ് മേടിക്കും എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിലില്ല. കാരണം നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ബസ് മോശം വണ്ടിയൊന്നുമല്ല, അവിടെ നിന്ന് താഴെ AC വണ്ടി കണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സൈഡിൽ പക്രു ഇരിപ്പുണ്ടേ. അപ്പോൾ ഈ ബസ്സിലൊക്കെ തിരക്കിൽ ഈ മറ്റേ ഈ നാടോടികൾ കയറണമല്ലോ, ഇവനെ കയറ്റിയിരുത്തി പോകുമ്പോൾ ഇങ്ങനെ ഒരു AC വണ്ടിയിൽ പോകണമെന്നുള്ള കൊതിയൊക്കെ ഒരു മാരുതി AC.
അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയണം. നമ്മളങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. തെസ്നിക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. രാത്രി കണ്ണൂർ 12 മണിക്കൊക്കെ കയറ്റിയിട്ട് ബുക്ക് ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾ ടൗലൊക്കെ ഇട്ടിട്ട് പോകില്ലേ, അതുപോലെ പക്രുവിനെ ഇരുത്തിയിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകും. ഇവനെ മടിയിലിരുത്തിയാൽ മതിയല്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സീറ്റ് ഉണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം ഇവനെ ഇരുത്തിയിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇവനെ കാണാനില്ല. ഇവനെടുത്ത് മാറ്റിയിട്ട് അവിടെ ആളിരിക്കണം, ഇവനെ കാണാനുമില്ല. ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ നിൽക്കാൻ ഇവന് കയ്യെത്തണ സ്ഥലം. ഞാൻ ചോദിച്ചു താൻ എന്ത് തെണ്ടി എന്തൊരു മനുഷ്യത്വം ഇല്ലാത്തവിടെന്ന് പറഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടല്ല, അയാളിങ്ങനെ ഉറങ്ങണ പോലെ കാണിക്കുക. ഞാൻ പറഞ്ഞു എഴുന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഐഡിയ ഒക്കെ ഉണ്ടാക്കി. ലാസ്റ്റ് ആവാൻ പറഞ്ഞു അവനെ എന്നെ എടുത്ത് മാറ്റി. അന്നാണ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നമ്മൾക്കൊരു വാഹനത്തിൽ പോകണമെന്ന് ആഗ്രഹം. അപ്പം നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം ദൈവം, നമ്മൾ പ്രാർത്ഥനയിലല്ലേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അവിടെ മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വണ്ടികൾ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് പറയുന്നത് മാരുതി 800 ആണ് ഇപ്പോൾ ഉള്ളത്. ഗ്യാസ് കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. വീട്ടിൽ അരി മേടിച്ചില്ലെങ്കിലും ഗ്യാസ് കുറ്റി അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് ഓടിക്കും. ഇപ്പം 2-3 വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ പറയുന്നത് ടിനി ടോം ഗ്യാരേജ് എന്നൊന്നും പറയാനൊന്നുമില്ല. നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രതിഫലമൊന്നും ടിനി വാങ്ങിക്കാറില്ല. നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് പോയിട്ട് അവർക്കൊരു ഒരു ദേഷ്യം വരുന്ന രീതിയിലോ ഒന്നും ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ ഒരു നിർമ്മാതാവ് പറ്റിച്ചിട്ടുമില്ല. ഇപ്പോൾ ഒരു ചക്കിരിപ്പുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. റീസെന്റ് അതിനകത്ത് അതിന് എഴുതി വെച്ചിരിക്കുന്ന കാശ് ഇടയ്ക്ക് ഇത്തിരി ഇട്ട് തരുന്നുണ്ട്. എനിക്ക് ചെറിയ തുകയാണ് നമ്മളൊക്കെ, പക്ഷെ അത് കൃത്യമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറും എന്നെ പറ്റിച്ചതായിട്ട് ഓർക്കുന്നില്ല. 19 പടങ്ങൾ ചെയ്തെങ്കിലും പറ്റിച്ചിട്ടില്ല. അപ്പം ഈ ചെറിയ വേഷങ്ങൾ അല്ലെങ്കിൽ മുഖം കാണിച്ചിരുന്ന അവിടെയൊക്കെ ഒന്ന് മുഖം കാണിച്ചിരുന്ന വേഷങ്ങൾ പിന്നീട് നല്ല ക്യാരക്ടർ റോളുകളൊക്കെ വന്നിട്ട് ഹൗസ്ഫുൾ എന്ന് പറയുന്നൊരു സിനിമ വരികയാണ്. അതിൽ നായകനാണ്. നായകനെന്ന് പറഞ്ഞാൽ ജ്യോതിർമയിയാണ് നായിക. എനിക്ക് തോന്നുന്നു സൈന്യത്തിൽ പിന്നെ പട്ടാളത്തിൽ ബിജു മേനോന്റെ നല്ല നായിക. ഒരു വളർച്ചയുടെ ഒരു ഘട്ടമായിട്ട് തന്നെ കരുതിയിരുന്നോ ഈ പടം? നമ്മളങ്ങനെ ഭൗതികമായിട്ടൊന്നും ചിന്തിക്കാറില്ല. വരുന്ന ബസ് ഏതാണ് അത് കയറി പോവുക എന്നുള്ളത്. ഭയങ്കര സെലക്റ്റീവും അല്ല, എന്നാൽ അത്ര മോശമാക്കുന്ന ജനങ്ങൾ ചെത്തെറി പറയുന്ന രീതിയിലൊന്നും അഭിനയിച്ച് പോയിട്ടുമില്ല. പിന്നെ ഈ തുടർന്നും നായക വേഷങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താന്ന് പറഞ്ഞാൽ ഈ എല്ലാവരുടെ ചെന്നിട്ട് അനൂപ് മേനോൻ, ജയസൂര്യ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വരും. ഈ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ചാൽ പിന്നെ തിരിച്ചു മേടിക്കാൻ പറ്റില്ല, കാരണം ഇനി ഇല്ല നടൻ, ഇനി പോകാനുള്ളൊരു നടൻ ഇല്ല എന്നും പറഞ്ഞിട്ട് വെള്ളപ്പൊക്കത്തിന് കുറേ സ്ക്രിപ്റ്റുകൾ അങ്ങനെ പോയിട്ടുണ്ട്, ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനത് സൂക്ഷിച്ചു നോക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നമുള്ളത്. അപ്പോൾ പലയിടത്തും പോയി നടക്കാണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, സാറ്റലൈറ്റ് കിട്ടുമോ? ഒരാളെ വെറുതെ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പം പക്ഷെ അവർക്കൊരു സിനിമ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം ഇത് ചെയ്തിട്ട് വെറുതെ അല്ല അവരൊക്കെ ഒഴിവാക്കിയത്, കാരണം ഇതാണെന്ന് പറയും. പിന്നെ ചില സബ്ജക്റ്റുകൾ വന്നു കഴിയുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സിനിമ, എന്നാലും ഒരു ആക്ടറിൻ്റെ ഒരാഗ്രഹമാണ് പെർഫോം ചെയ്യണമെന്നുള്ളത്. ഡഫേദാർ അധികം പേര് കണ്ടല്ലോ, പക്ഷെ OTT-ൽ ഇതുണ്ട് ഇപ്പോഴും. അങ്ങനെ വന്നാൽ നമ്മൾ ഇടയ്ക്ക് ചെയ്യും. അങ്ങനെ നായക വേഷങ്ങൾ ചെയ്തത് കരിയറിൽ ഏതെങ്കിലും ദോഷം ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ടോ? ദോഷമൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഓടും രാജ അതൊരു കൾട്ട് മൂവിയായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. മണികണ്ഠൻ പട്ടാമ്പി അസാധ്യമായിട്ട് അത് സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സാണ് അതിൻ്റെ ക്രൂ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഈ ഡഫേദാറൊക്കെ നല്ല പെർഫോമിംഗ് ഇതായിരുന്നു. പക്ഷെ അത് മാർക്കറ്റിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് വിജയിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇങ്ങനെ നായകവേഷം ചെയ്തുകൊണ്ട് മറ്റു നാശങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നായകനായെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ അങ്ങനെ തന്നെ ഇല്ലല്ലോ ഇരിക്കുന്നത്. പിറ്റേ ദിവസം ഒരു ദിവസത്തെ പണിയാണെങ്കിൽ ഞാൻ പോകും. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സൈബർ ഓഫീസറാണ്, പക്ഷെ ഒറ്റ ദിവസത്തെ വർക്കുള്ളൂ. ഷൈൻ ഡോമായിട്ടുള്ള കോമ്പിനേഷനാണ്, പക്ഷെ പെർഫോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇല്ല അത് ചെയ്യൂല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിന് ഇത്ര രൂപ വേണമെന്നും പറയാറില്ല. അവർ സന്തോഷമായിട്ട് പറയുന്നൊരു കാശുണ്ടാവില്ല. നമ്മളില്ലാത്ത കാശ് പറഞ്ഞിട്ടും കാര്യമില്ല. അടുത്ത ഓപ്ഷൻ ഉണ്ട്. മറ്റുള്ളവർ ശമ്പളം കൂട്ടുന്നതിനോട് ടിനിയുടെ ഒരു അഭിപ്രായം അതൊക്കെ വ്യക്തിപരമല്ലേ. അവരെ വേണമെങ്കിൽ വിളിച്ചാൽ മതി. ശമ്പളം കുറവുള്ളവർ വിളിക്കും. നമ്മളൊക്കെ ശമ്പളം കുറവുള്ള ആൾക്കാരാണ്. കാശും കുറവാണ്, അത്യാവശ്യം അഭിനയിക്കുകയും നല്ല വേഷങ്ങൾ തരും അല്ലേ? അല്ല, കാശ് പറയുന്നവർ അവരുടെ വാല്യൂ ഉള്ളതുകൊണ്ടായിരിക്കും, അവരുടെ കച്ചവടം നടക്കുന്നുണ്ടായിരിക്കും. നിർബന്ധമില്ല ഒരു വിളിക്കണമെന്ന് അത്രയും. പക്ഷേ ഈ വലിയ കാശ് പറയുന്നവർക്ക് ആ വലിയ കാശൊന്നും കിട്ടുന്നില്ല ശരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഇതും പലത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് സഹായിച്ചാണ് നടന്മാരൊക്കെ പോകുന്നത്. പിന്നെ അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മനുഷ്യരൂപങ്ങളുണ്ടെങ്കിൽ സിനിമ ഇറങ്ങുന്നില്ലേ? ഇപ്പോൾ വാഴ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കൊരു മനുഷ്യരൂപങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതും വിജയിക്കുന്നുണ്ടല്ലോ. രാജു
കണ്ടപ്പം സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ഒരു അവസരം ചോദിച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് കയറി? ചോദിക്കാല്ലേ? ചോദിക്കണം. ചോദിക്കാത്തത് കൊണ്ട് പോകണ്ടല്ലോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ, ജോഷി സാറിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ രാജുവിനോട് ചോദിച്ചാലും കിട്ടും. അതെ അതെ അതെ, രാജുവിന്റെ അടുത്ത് ഇന്ന് തന്നെ വിളിക്കാൻ. ആരുടെ അടുത്തൊക്കെ പിന്നെ ജോഷി സാറിനോട് ചോദിച്ചിട്ടുണ്ട്? എനിക്ക് അത് മറ്റുള്ളവർ ചോദിക്കാത്തത് കൊണ്ടല്ല, ജോഷി സാറ് ഫസ്റ്റ് ഒരു പടത്തിന് എന്നെ ഞാൻ ജോഷി സാറിനെ പോയി കണ്ടിട്ടുണ്ട് ഇന്ത്യൻ റുപ്പി കഴിഞ്ഞപ്പോൾ. അങ്ങനെ അത് അടുത്ത പടത്തിൽ ഉടനെ തന്നെ എന്നെ കാസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ആ സമയത്ത് ഒരു ചെറിയ പടം പിടിച്ചു വെച്ചേക്കായിരുന്നു. ഒരു ദിവസത്തെ പ്രശ്നത്തിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ സത്യത്തിന് ഭയങ്കര ഇതാണ്. കാരണം മറ്റാളെ ചതിച്ചിട്ട് പോകാൻ പാടില്ല. കാരണം അയാൾ പ്രാകും. ഞാനൊരു നടനോട് ചോദിച്ചു ഉപദേശം, എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ചെറിയ പടം ആദ്യം ഏറ്റു, അതിനുശേഷം വലിയ പടം വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് വലിയ പടത്തിന് പോകണം. അല്ല, അപ്പോൾ ചെറിയ പടത്തിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അത് ഭയങ്കര എൻ്റെ എത്തിക്സിന് പറ്റുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല പടം. നമ്മളിപ്പോൾ പിന്നെ ഈ ലഹരിയുടെ ഒരു വലിയ പ്രശ്നത്തിലാണ്, അതിൻ്റെ ഒരു വലിയ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റെയ്ഡൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് സിനിമാ മേഖലയിലും അങ്ങനെ ഒരുപാട് മോശം നമ്മൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ചില ചെറുതും വലുതുമായിട്ടൊക്കെ വാർത്തകൾ കേൾക്കുന്നു. ഒരുപക്ഷെ ഇത്തരം റെയ്ഡുകൾ സിനിമാ സെറ്റുകളിലേക്കും വേണമെന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസർമാരൊക്കെ വലിയ ഇതുണ്ടാക്കിയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. അവനവൻ വിചാരിച്ചാൽ അവനവന് ഇത് നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ഫോഴ്സ് വന്ന് ഇറങ്ങിയിട്ടും കാര്യമില്ല. ഞാനിന്ന് വിചാരിക്കുകയാണ് പൊറോട്ട തിന്നണമെന്ന്, ഞാൻ കഴിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവൻ, ഇതിപ്പോൾ ഈ ഇൻ്റർനാഷണലിയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു വാറാണെന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടം വരുമ്പോൾ ഇന്ത്യക്കാർ ഫസ്റ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ യുവതലമുറയെ മൊത്തം ഇതിനെ അഡിക്റ്റ് ആക്കുക എന്നുള്ളൊരു യുദ്ധം ആണിത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ രീതിയിൽ കേൾക്കുന്നു. പക്ഷേ ഇത് എന്തായാലും ഞാൻ പറയുന്നത് ദുരന്തത്തിലല്ലേ തീരുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നിട്ട് പിന്നെ അവനവൻ വിചാരിച്ചെങ്കിൽ മാത്രമേ നന്നാവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മളടുത്ത് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ദുരന്തത്തിൽ ചെന്ന് ചാടുള്ളൂ.